ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം തന്നെ നാളത്തേക്കുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ, അതോടൊപ്പം കുറച്ച് ഇൻട്രാഡേ പിക്സും. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 14,895 105 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 50,614 358 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 35,344 586 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,789 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്നിട്ട് ഫ്ലാറ്റായിരുന്നു. സെയിം യു ക്യാൻ സേ ഓൾമോസ്റ്റ് 14,789 തന്നെയാണ് ഓപ്പൺ ചെയ്തത്. ഡേ ഹൈ വെൻറ്റ് അപ് ടു 14,913. ഡേ ലോ വാസ് 14,714 ആൻഡ് 105 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,895 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ. ഇന്ന് നിഫ്റ്റിനെ അപ്ലിഫ്റ്റ് ചെയ്ത് നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്തിയ സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ്, ITC, SBI, കൊട്ടക് മഹീന്ദ്ര, M&M, അങ്ങനെ ഒത്തിരി സ്റ്റോക്ക്. അതേസമയം കുറച്ച് ഡ്രാഗ് ചെയ്യിപ്പിച്ചത് ഏഷ്യൻ പെയിൻറ്റ്സ്, റിലയൻസ്, ഇൻഫോസിസ്, HDFC ലൈഫ്, ടാറ്റ മോട്ടോഴ്സ്, many more. Next, ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ്, ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നും ഒരു നല്ലൊരു ബുള്ളിഷ് മോഡ്, മീൻസ് ത്രൂ ഔട്ട് ഒരു ബുള്ളിഷ് മോഡ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പ്രീവിയസ് ക്ലോസിംഗ് വാസ് 34,758 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്നിട്ട് 34,548. ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ഓപ്പണിംഗ്. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ് ടു 35,413. ഡേ ലോ വാസ് 34,238. 586 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 35,344 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേസമയം ബാങ്ക് നിഫ്റ്റീനെ ഒരു എന്താ പറയുക പുൾ ചെയ്ത സ്റ്റോക്സുകൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സ് ഉണ്ട് എക്സെപ്റ്റ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊരു ഡ്രാഗിങ് ആണെന്ന് കാണാൻ കഴിഞ്ഞത്. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. കീ ലെവൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിഫ്റ്റിയുടെ ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് സപ്പോർട്ട് 14,760 ആണ് കാണാൻ കഴിയുന്നത്. ആൻഡ് സെക്കൻഡ് ഈസ് 14,640. അതേസമയം ഇൻഡെക്സ് അപ്വേർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 14,968. സെക്കൻഡ് വൺ ഈസ് 15,040. ആൻഡ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലായിട്ട് കാണിക്കുന്നത് 34,580 ആണ്. ആൻഡ് സെക്കൻഡ് ഈസ് 33,820. അതേസമയം അപ്സൈഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 35,750. സെക്കൻഡ് ഈസ് 36,170 ആകുന്നു. കോൾ ഓപ്ഷൻ ഡാറ്റ മാക്സിമം കോൾ ഇൻട്രസ്റ്റ് 15,500 സ്ട്രൈക്കിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 15,000-ലും തേർഡ് ഈസ് 14,500-ലും. അതേസമയം കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ 15,500-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 14,900-ലും തേർഡ് ഈസ് 15,300 സ്ട്രൈക്കിലുമാകുന്നു. കോളിൻ്റെ അൺവൈൻഡിങ് കുറച്ച് നടന്നിട്ടുള്ള 14,000 സ്ട്രൈക്കിലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 14,600-ലും തേർഡ് ഈസ് 14,200 ലെവൽസിലുമാകുന്നു. പുട്ടിൻ്റെ ഓപ്ഷൻ ഡാറ്റ നോക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000 സ്ട്രൈക്സിലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 14,200-ലും തേർഡ് ഈസ് 14,500 ലെവൽസിലുമാണ്. പുട്ടിൻ്റെ റേറ്റിംഗ് കാണാൻ കഴിയുന്നത് 14,000-ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 14,900-ലും തേർഡ് ഈസ് 14,800 ലെവൽസിലുമാണ്. അൺവൈൻഡിങ് ദർ ഈസ് അങ്ങനൊരു അൺവൈൻഡിങ് കാണാൻ കഴിയുന്നില്ല. ആൻഡ് മാക്സ് പെയിൻ അറ്റ് 14,300-ലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇന്ന് ഒരു ലോങ് ബിൽഡപ്പ് കാണാൻ കഴിയുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബേൽ, മണപ്പുറം, LNT, SBI, അപ്പോളോ ടയർ, ജുബിലൻറ്റ് ഫുഡ്, ACC, ഗെയിൽ, അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകളുണ്ട്. ഈ സ്റ്റോക്സ് എല്ലാം നിങ്ങൾക്ക് നാളത്തെ ഒരു ഇൻട്രാഡേ പിക്കായിട്ട് ഇൻട്രാഡേക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് ഹോൾഡ് ഒരു സ്വിംഗ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഹോൾഡ് ചെയ്യാവുന്നതാണ്. സോ വാച്ച് ഔട്ട് ദോസ് സ്റ്റോക്സ്. ആൻഡ് റിസൾട്ട് വരാനിരിക്കുന്ന നാളെ മെയിൻ കമ്പനീസ് നോക്കുകയാണെങ്കിൽ M&Mൻ്റെ ഉണ്ട്, ബ്രിട്ടാനിയയുടെ ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഉണ്ട്, ആദിത്യ ബിർളയുടെ ഉണ്ട്, അശോക് ബിൽഡ്കോൺ, അങ്ങനെ ഒത്തിരി കമ്പനീസിൻ്റെ റിസൾട്ട് നാളെ വരാനിരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ NSE വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.
ആൻഡ് സി FI's ഡാറ്റ നോക്കുകയാണെങ്കിൽ FI's ഇന്ന് ഒരു ബൈയിങ് വാല്യൂ വന്നിട്ടുള്ളത് 1936 ക്രോറിൻ്റെയാണ്. അതേസമയം DSൻ്റെ ഭാഗത്തു നിന്നൊരു സെൽ ഓഫ് ഉണ്ടായിട്ടുള്ള 768. ഇന്ന് സ്റ്റോക്ക് F&O ബാൻ ചെയ്തിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്ക് സെയിൽ. ആൻഡ് ഇന്ത്യ വിക്സ് ഇന്ന് ഡൗൺ ബൈ 2.6% ആണ്. 23.74 നിന്ന് 23.12 ലെവൽസിലേക്ക്. ഫ്രണ്ട്സ്, മാർക്കറ്റ് ഇപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു അപ് ട്രെൻഡ് മൂവ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. മാർക്കറ്റ് ബുള്ളിഷ് മോഡിൽ തന്നെയാണ്. സോ ട്രേഡേഴ്സ് നല്ല കോൺഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കണം. സ്റ്റോപ്പ് ലോസ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ആൻഡ് ലോങ്ങിന് പോകാണ്ടിരിക്കുക. ആഫ്റ്റർ 15,000 ഹിറ്റ് ചെയ്തതിന് ശേഷം ലോങ് എടുക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് ഈ ഒരു ഏരിയയിൽ നല്ലൊരു എന്താ പറയുക, ഒരു സീവിയർ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട്. സോ ബി കെയർഫുൾ. ട്രൈ ടു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി. ട്രാപ്പ് ആവാതെ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, ഫൈനലി ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് ഇൻട്രാഡേ പിക്സ്. ഇൻഫാക്റ്റ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയതാണ്. ഓക്കെ, ഇതെല്ലാം വളരെ നല്ല സ്റ്റോക്സാണ്, നോട്ട് ഓൺലി ഫോർ ഇൻട്രാഡേ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ബെയിൽ, അടുത്തത് മണപ്പുറം, L&T ഫിനാൻസ്, PNB, SBIN, അപ്പോളോ ടയർ, ജൂബിലൻറ്റ് ഫുഡ്, ബാറ്റ ഇന്ത്യ, ACC, ഗെയിൽ. ഓക്കെ, ഈ സ്റ്റോക്സ് എല്ലാം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സാണ്. അഗെയിൻ ഐ എം ടെല്ലിങ്. ഓക്കെ, സോ ഇതിന് ട്രിഗറോ ടാർഗറ്റോ ഞാൻ തരുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എപ്പോഴാണ് ചാൻസ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ഇൻ. അത്രമാത്രം ഫ്രണ്ട്സ്. ദിസ് ഇസ് ഓൾ മൈ പേഴ്സണൽ വ്യൂ. മൈ വ്യൂ മേ ഗെറ്റ് റോങ്. സോ ഡോണ്ട് ഫോളോ ഇറ്റ് ജസ്റ്റ് ബ്ലൈൻഡ്ലി. Consult a financial advisor before you enter the market or trade. And please don't forget to subscribe my channel. Hit the like button. Share it. Money entayilu odicholo. Ting ting. Happy trading. Take care. Good night.